ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു കിടലിനായിട്ടുള്ള ഒരു ഓപ്പോണ്ട് വന്നിട്ട് മച്ചാമാരെ എന്തായാലും നമ്മൾ നമ്മുടെ സ്ക്വാഡൊന്ന് മൊത്തത്തിലൊന്ന് ബിൽഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് മച്ചാമാരെ. ഞാനിനി വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ 0GB ആയിട്ടുള്ള പ്ലേയേഴ്സിനെയൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കിയിട്ട് ഒരു മാച്ച് ഇടണമെന്നുണ്ട്, ഡിവിഷൻ മാച്ച്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഓൾറെഡി ഇപ്പം റാങ്ക്ഡ് അല്ല, കാരണം ഞാൻ ഓൾറെഡി കളിച്ച് വരുന്നുള്ളൂ. നമ്മൾ 1-2 മാച്ച് കളിക്കാറുള്ളൂ. പക്ഷേ ഇനി കൂട്ടിക്കൂട്ടി വരണം. ഓൾറെഡി നമ്മൾ റിയൽ സഞ്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാനൽ ലൈവ് തന്നെ കോ മാച്ച് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്കിനി സെറ്റ് ആക്കണം. അപ്പോൾ രാത്രി 8 മണിക്കാണ് മച്ചാമാരെ നമ്മൾ ഡെയിലി ആ ഒരു ചാനൽ ലൈവ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ ഇൻട്രോ ഒക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ സാധാരണ നേരത്തെ വീഡിയോക്ക് ഇൻട്രോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഇൻട്രോ വേണോ ഇൻട്രോ വേണ്ടോ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട് മച്ചാൻ. ഇനി ജൂലൈ 10 അടുത്ത മൈനർ അപ്ഡേറ്റ്. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് 40 പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. നമ്മുടെ ഓപ്പോണ്ട് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ റെഡിയാണ്. എനിക്ക് തോന്നുന്നു ജേഴ്സി ഇത് മതി തോന്നുന്നു മച്ചാമാരെ. ഞാൻ ഓൾറെഡി ബാർസലോണ തന്നെയാണ് എപ്പോഴും ഇട്ട് കളിപ്പിക്കാറ്. ക്യാപ്റ്റൻ ഇപ്രാവശ്യം നമ്മുടെ ടോണി ആഡംസ് ആണ് മച്ചാമാരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണന്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഗോളി ഉണ്ട് ഓൾറെഡി, പിന്നെ ചെലഹനലും ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, മെസ്സി ഉണ്ട്. 4-4 ആണ് മച്ചാൻ യൂസ് ചെയ്യുന്ന, ക്വിക്ക് കൗണ്ടറാണ്. പിന്നെ ഓൾറെഡി പറയണത് നല്ല സ്കോഡാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ നോക്കാം. അജാക്സ് എന്നാണ് ടീം ഇട്ടിരിക്കുന്നത് മച്ചാമാരെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെർണാൾഡോയാണെന്ന് തോന്നുന്നു മച്ചാമാരെ. ബെർണാൾഡോയും പിന്നെ ഈ ഇടയ്ക്ക് വന്ന് പോർവേഗാർഡിലെ കാർഡൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കി ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്. കാരണം ഇന്നലത്തെ മാച്ച് നല്ലൊരു അടിപൊളി മാച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു പോയില്ല ഗൈസ്. ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന എപ്പിക്കാർഡിനെക്കാട്ടും ചിലപ്പോൾ പോർവേഗാർഡിന് പവർ കൂടുതലുണ്ടാകും. നമ്മുടെ കൊനാമിയുടെ ഇതാണ്, അതെന്തായാലും മാറും, അങ്ങനെയൊക്കെ മാറും കേട്ടോ മച്ചാമാരെ. ഇപ്പോൾ സുവാരസ് ടു ജെറാഡ് ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മൻ ടു ഡേവിഡ് ബെക്കാമിലേക്ക് പോയി ഓൾറെഡി. ഓക്കെ അപ്പോൾ ഗ്രിമാൾഡോൻ്റെ അടുത്ത് നമ്മുടെ മെസ്സി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. മെസ്സി ഓക്കെ. അപ്പോൾ നമ്മുടെ ഗോളിൽ ഓക്കെ ഒരു കറവ് അടിച്ചിട്ടുണ്ട് മച്ചാമാരെ. ഓക്കെ ഫസ്റ്റ് ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് മച്ചാമാരെ. ഓൾറെഡി നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. 4 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബിഗ് ടൈം മെസ്സി മച്ചാമാരെ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ആനിമേഷൻ കാണുന്നത്. അപ്ഡേറ്റിന് ശേഷം ഈ ആനിമേഷൻ കുറച്ച് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ആദ്യമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. അപ്പം 4 മിനിറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി തമ്പലൈൻ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണോ ആ ഒരു ഗോൾ സെലിബ്രേഷൻ ഇട്ടേക്കുന്നത് മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമ്മുടെ റൊണാൾഡോ ഉണ്ട് കേട്ടോ. 97 റേറ്റഡ് ആയിട്ടുള്ള റൊണാൾഡോ ആണ്. ബെക്കാം ടു ഗ്രീസ്മൻ എടുത്തു ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അർണോൾഡ് മച്ചാമാരെ ഓൾറെഡി നല്ല പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രീസ്മൻ ടു ഫോഡൻ ടു ഗ്രീസ്മൻ. അവർ ക്വിക്ക് കൗണ്ടർ ആയതുകൊണ്ട് ബെക്കാം, ചെലഹനല്ലു, റൊണാൾഡോ. ഓക്കെ ഗൈസ്. ബെക്കംബർ ടു ബെക്കാം ടു മെസ്സി, സ്നൈഡർ ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ഓക്കെ. ചെനഹനല്ലിലോട്ട് പോയി വാൻഡിജിക്ക്, അതുപോലെ ബെക്കാം, ഗ്രീസ്മൻ മച്ചാമാരെ. നിങ്ങൾക്ക് പോർവേലെ കിട്ടിയ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾ സെലക്ഷൻ കോൺട്രാക്ട് നമ്മുടെ എടുക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ ആരെയും കമൻറ്റ് ചെയ്യുക. കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു റൊണാൾഡിനെയാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ സെറ്റ് ആക്കും കേട്ടോ. ലെജൻഡ് ബാക്കിൻ്റെ നമ്മുടെ റൊണാൾഡിനോ ഉണ്ട്, പിന്നെ നമ്മുടെ റൈഗാർഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മച്ചാമാരെ. ലെജൻഡ് ആയതുകൊണ്ട് അതിനകത്ത് ഉണ്ടാവും മിക്കവാറും കേസ്. ഓക്കെ കേസ് നല്ലൊരു ഷോട്ട്. എൻ്റെ പൊന്ന് മച്ചാമാരെ, റൊണാൾഡോൻ്റെ ഫസ്റ്റ് ഷോട്ടാണ്. ഇപ്പം അവരൊരു നമ്മുടെ ഗോളി മച്ചാമാരെ ഗൈസ്. അപ്പം 2 സേവാണ് നമുക്ക് വേണ്ടി അടുപ്പിച്ച് ചെയ്ത് തന്നെ മാനുവർ. എൻ്റെ പൊന്ന് മച്ചാമാരെ, അനിമി ക്യാപ്റ്റൻ ടെസ്പൂസിൽ വന്ന സാധനമാണ്. ഡേവിഡ് ബെക്കാമാണ് ഗൈസ് അടിച്ചത്. ആദ്യത്തെ അടിച്ചു, പിന്നെ രണ്ടാമത്തെ അടിച്ചു, ഇപ്പോഴത്തെ ബെക്കാമാണ് അടിച്ചത്. ആദ്യത്തെ വേറെ ആരും അടിച്ചത് ഗൈസ്. അപ്പോൾ എന്തായാലും കിടിലൻ ഗോൾ ആവേണ്ട സാധനമായിരുന്നു. നമ്മളെന്തായാലും നമ്മുടെ ഗോളിയിലോട്ട് രക്ഷപ്പെട്ടു. അത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്കും കമൻറ്റ് ഇട്ടായിരുന്നു. ചില നേരത്തെ മെലനിയർ സീനാണ്, ചില നേരത്താണ് പണിയാവുന്നത്, കയറി വരില്ലുള്ളൂ ഗൈസ്. എനിക്ക് പക്ഷേ എനിക്കൊന്ന് ഇത്രയും മാച്ച് കളിച്ചിട്ട് 1-2 മാച്ച് മാത്രമേ നമ്മുടെ മാനുവലിയർ അങ്ങനെ ഒരു പണി എനിക്ക് തന്നിട്ടുള്ളൂ. വേറെ കാര്യമായി പണിയൊന്നും തന്നിട്ടില്ല. അർണോൾഡ്, മെസ്സി ഗൈസ്. മെസ്സി നമ്മുടെ ഈ ഇടയ്ക്ക് നമുക്ക് ലോഗിൻ ബോണസ് കിട്ടിയ മെസ്സിയാണ് നമ്മുടെ ഓപ്പോണൻ്റെ കയ്യിലിരിക്കുന്നത് മച്ചാമാരെ. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കി നോക്കാം. ഡേവിഡ് ബെക്കാം ടു ഓക്കെ ബാക്ക് എടുത്തിട്ടുണ്ട്. ചെലഹനല്ലു ഷോട്ട്, ഫോഡൻ, ബെക്കാം ഗൈസ്. ബെക്കാം ടു നമ്മുടെ ജെറാഡ് ടു വീണ്ടും ഗ്രീസ്മൻ ടു ജെറാഡ് ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബെക്കാം ടു സ്നൈഡർ ടു ഓക്കെ ഗൈസ്. വാൻഡിജിക്ക് എടുത്തു. അല്ലെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടിയായിരുന്നു മച്ചാമാരെ. കിട്ടിയിട്ടുണ്ടടാ. ഓക്കെ വാൻഡിജിക്ക് പണിയാണല്ലോ മച്ചാമാരെ. ബെക്കാം ഗൈസ് ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ബാക്ക് എടുത്തിട്ട് നമുക്ക് നോക്കി വെക്കാം. ലൂയിസ് സുവാരസ് ടു ഇവിടുന്ന് അടിക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല ഇവന്മാർ. ഓക്കെ ഗൈസ്. അപ്പം മെസ്സി ബ്ലോക്ക് അടിച്ച് ഗൈസ്. ബ്ലോക്ക് മച്ചാമാരെ. ഗ്രീസ്മൻ ടു നമ്മുടെ ഫോഡൻ
ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഷോട്ട് അടിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ബെക്കംബർ ടു ജെറാഡ്. മച്ചാമന് ഇനി ഞാനിപ്പോൾ നമ്മുടെ ഗൈസ് അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മെസ്സിക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്, ഇവിടെ ഞാൻ ഗൈസ് അപ്പോൾ മെസ്സി അടിച്ചു തുടങ്ങിയിട്ട് ഇന്ന് മെസ്സി നല്ല ഫോമിലാണ്. 2 ഗോളുകളാണ് നമുക്ക് അടിച്ചത്. ആദ്യത്തെ പിന്നെ നമുക്ക് ആ ഫസ്റ്റ് തുടങ്ങുന്നില്ലായിരുന്നു. ഇത് കിട്ടില്ല ഗോളായിരുന്നു കേട്ടോ. റൊണാൾഡോ വെക്കാം മച്ചാവരെ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ഓപ്പോണന്റ് കംബാക്ക് അടിക്കും, അതൊക്കെ നമുക്ക് നോക്കി നോക്കാം. മെസ്സി ടു നമ്മുടെ ബെക്കാം ടു ഗൈസ്. അവിടെ പോകുമോ? ബെക്കംബർ ഇവിടെ വയ്ക്കും. ഫോർഡൻ ഇപ്പോൾ ഒരു റെഡോ യെല്ലോ മേടിച്ച് കൂട്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗ്രിമാൾഡോനെ നമ്മൾ കറക്കി എടുത്തിട്ടുണ്ട്. വാൻഡി. ഓക്കെ ഗൈസ്, ബെക്കാം ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൂയിസ് സുവാരസ് ഒരു ഷോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അവന്മാരെ ഗോൾ ചെയ്തുകൊണ്ട് അവന്മാരൊരു ഗോൾ എടുത്തിട്ട് മച്ചാമാരുടെ ഇത് നോക്കട്ടെ, ഒരു പാസ് ഇട്ട് നോക്കാം. ഗ്രീസ്മാൻ അല്ല നമ്മുടെ സുവാരസ്. അർണോൾഡ് ഒരു ഷോട്ട് മച്ചാമാരെ. ഓക്കെ നോക്കട്ടെ ഗൈസ്, ബെക്കാം അർണോൾഡ് ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ട് മച്ചാമാരെ നമുക്ക് 2 ഗൈസ് ഓൾറെഡി ഇന്നലത്തെ മാച്ചിന് നമ്മൾ പവറൊക്കെ കുറഞ്ഞായിരുന്നു സെറ്റാക്കി. മച്ചാമാരെ ഷോട്ട് നോക്കുകയാണെങ്കിൽ ഒരേപോലെ, സേവ് ഒക്കെ ഒരേപോലെ, ടാക്കിൾ 4, ഓപ്പറേറ്റ് 3, പാസസ് നമുക്ക് അതൊന്നും കൂടുതൽ. അപ്പോൾ മച്ചാമാരെ എന്തായാലും നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് എന്തായാലും നമുക്ക് ഹാഫ് ടൈമിന് ശേഷം ഇറക്കാം. റൊണാൾഡോ ടു ബെക്കാം ടു നമ്മുടെ അർണോൾഡ് ടു ലയണൽ മെസ്സി ടു ബെക്കാം ഗൈസ്. അപ്പം എടാ ഗൈസ് ഓൾറെഡി ഫസ്റ്റ് ഇംപ്രഷൻ ആട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ നമ്മുടെ ആ ഒരു പ്ലെയറിനെ ഇറക്കിയിട്ടില്ല. അതായത് നമ്മുടെ ഇതുവരെ ആ ഒരു ഗോളിയിൽ നമ്മുടെ ഓപ്പോണന്റ് ഗോളിയിൽ ഇതുവരെ ഇറക്കിയിട്ടില്ല മച്ചാമാരെ. അപ്പോൾ നമ്മുടെ വേറൊരു ബ്രോ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം റിയൽ സഞ്ജു അല്ലടാ, അതെന്താ സംഭവം? ഓഫ് സൈഡാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരു മച്ചാൻ പറഞ്ഞായിരുന്നു സെർജിൻഹോൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യുന്നു. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെർജിൻഹോൻ്റെ തന്നെ. അപ്പം ഞാൻ ഓൾറെഡി മച്ചാമാരെ 2 ഇനിയിപ്പോൾ എനിക്കൊരു ഡെയിലി ഗെയിം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഒന്നിച്ചിട്ട് കറക്കാനൊന്നുണ്ട്. കാരണം ഒരെണ്ണാക്കി കറക്കി കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് കാർഡും കൂടി ഉള്ളു. അപ്പം മൊത്തത്തിൽ ഒന്നിച്ചാൽ കറക്കാന്ന് വെച്ചു മച്ചാമാരെ. ലൂയിസ് സുവാരസ് ടു സ്നൈഡർ കിട്ടിയില്ലടാ. ഡേവിഡ് ബെക്കാം. ഓക്കെ, ഫോർഡൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ബെക്കംബർ നമുക്ക് നോക്കി വെക്കാം. ബെക്കംബർ ഓക്കെ, ഷോട്ട് ബെക്കാം മച്ചാമാരെ. ഫോർഡൻ ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ ഇവർ അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ ബൂസ്റ്ററായ മാനേജറൊന്നും അല്ല, സിംഗിൾ ബൂസ്റ്റർ പോലും അല്ല. അതുകൊണ്ടാണ് മാനേജറിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. പാസ്സൊന്നും വലിയ കുഴപ്പമില്ല. വയസ്സ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സുവാരസ്, ഗ്രിമാൾഡോ, ഫോർഡൻ. പിന്നെ അതുപോലെ മച്ചാമാരെ എന്തായാലും നമ്മുടെ ആരുടെയും പ്ലേസും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഓൾറെഡി നമ്മുടെ റോമിയൊക്കെ ഇന്നലെ നിങ്ങൾ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവും. MUN എന്ന് പറഞ്ഞൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ ഓടാത്തെന്താ ആ സുവാരസ്. ഓക്കെ, ഗ്രിമാൾഡോന് ബെക്കാം, ഫോർഡൻ ഗൈസ്. ഫോർഡൻ ടു നമ്മുടെ ഗ്രിമാൾഡോ. എടാ ഓക്കെ, ഗ്രീസ്മാൻ മച്ചാമാരെ പുതിയ ഇത് നമ്മുടെ ഞാൻ ഇതുവരെ ഇറക്കാത്ത കാർഡാട്ടോ ഗ്രീസ്മാൻ്റെ. എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ഫ്രാൻസിൻ്റെയാണ്. അവരുടെ കയ്യിലുള്ളത് ഫ്രാൻസിൻ്റെ വേറെ ടൈപ്പാണ്, പണ്ടത്തെ ഒരു ടൈപ്പ് കാർഡാണ്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം മച്ചാമാരെ. ഓൾറെഡി ബെക്കാമാണ് അടിക്കാൻ പോകണം. എനിക്ക് തോന്നുന്നു ഗൈസ് ഓപ്പോണിൻ്റെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ബെക്കാമാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെയിലി ഗെയിമിൽ ബെക്കാമിനെ കുറച്ച് പേർക്ക് ഈ ഇടയ്ക്ക് കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മച്ചാമാരെ പൊളിയാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്നവരല്ല, നമ്മുടെ റിക്കിപ്പോയി അത്യാവശ്യം ഒന്നിനും കളിക്കും കേട്ടോ. സെർജിനോ ആണെങ്കിലും കിട്ടില്ല കളിയാണ്. അർണോൾഡ് ഗൈസ്. മെസ്സി. എടാ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. റൊണാൾഡോന്റെ ഷോട്ട് ഗൈസ്. അപ്പോൾ ടോണി ആഡംസ് ആണ് നമ്മുടെ ഇതിൽ ക്യാപ്റ്റൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ബെക്കാം എടുത്തിട്ടുണ്ട്. ബെക്കാം ടു ടോണി ആഡംസ് ഗൈസ്. എടാ ഓക്കെ റോബർട്ടോ കാർലോസ് എടുത്തിട്ടുണ്ട്. ഡേവിഡ് ബെക്കാം ടു സൈഡിലേക്ക് അടിച്ചു കൊടുക്കാം മെസ്സി ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചെലഹനല് തൊട്ടടുത്തുണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സ്നൈഡർ അടിച്ചോ. എടാ പോസ്റ്റ് ഡ്രോപ്പാ ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ ഗോളുമായിട്ട് നമ്മൾ വീണ്ടും അടിച്ചിട്ടുണ്ട്. 3 ഗോളുകൾ അടിച്ചു. എന്തായാലും മച്ചാമാരെ ഞാൻ ഡ്രോപ്പ് പൈൻ ഇറക്കി കേട്ടോ. കുറച്ച് പേര് ചോദിച്ചായിരുന്നു എന്താ ബ്രോ ഡ്രോപ്പ് പൈൻ ഇറക്കാത്തതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് തൊട്ട് മാച്ചുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക എത്ര പേർക്ക് ഡ്രോപ്പ് കിട്ടി. എന്തായാലും മച്ചാമാരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം എനിക്ക് ഈ ഇടയ്ക്കാണ് കിട്ടിയത്. കുറേ പേർക്ക് 4, 5 കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് കളി നിർത്തിപ്പോയടാ. അവൻ കളി നിർത്തിപ്പോയി. നമ്മൾ 3 ഗോളടിച്ച് എനിക്ക് തോന്നുന്നു നെറ്റിന്റെ അല്ല പയ്യൻസ് നിർത്തി ബാക്ക് അടിച്ച് പോയി തോന്നുന്നു. കാരണം ഓൾറെഡി 3 ഗോൾ നമ്മൾ അടിച്ചോണ്ട് അതും ഇത്ര മിനിറ്റ് ആയതുകൊണ്ടായിരിക്കും അവൻ നിർത്തിപ്പോയിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. നമ്മളെ ലൈവ് ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനൽ വരുന്നുണ്ട്. അപ്പം ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.